അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. അമ്മേ, പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസന പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേക നിയോഗവും ഇവിടെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ നിങ്ങളുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ സമർപ്പിക്കുക. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരേണമേ.
അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തല്ലേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിനും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പിതാവായ ദൈവമേ, ഇന്നീ ദിനം ഞങ്ങൾ അങ്ങയുടെ നിസ്സീമമായ സ്നേഹവാത്സല്യങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അങ്ങയെ സ്തുതിക്കുന്നു. മഹാകരുണയോടെ ഓരോ നിമിഷവും അവിടുന്ന് ഞങ്ങളെ വഴി നടത്തുന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മ വഴി ഞങ്ങളുടെ ജീവിതത്തിന് അവിടുന്ന് ചൊരിയുന്ന എല്ലാ കൃപകൾക്കും നന്ദി. ഞങ്ങളോടുള്ള സ്നേഹം അല്പം പോലും കുറയാതെ കണ്ണിലെ കൃഷ്ണമണി പോലെ ഓരോ നിമിഷവും ഞങ്ങളെ കാക്കുന്ന നല്ല ദൈവമേ, ഇതാ ഞങ്ങൾ അവിടുത്തെ മുൻപിൽ ഞങ്ങളെ പൂർണ്ണമായും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി എൻ്റെ ഭവനത്തെ, എൻ്റെ പ്രിയപ്പെട്ടവരെ അവരുടെ ആഗ്രഹങ്ങളോടും പ്രാർത്ഥനകളോടും കൂടി സമർപ്പിക്കുന്നു. പരിശുദ്ധ അമ്മേ, പ്രതിസന്ധികളിൽ ഇടറി വീഴാതിരിക്കുവാൻ അവിടുന്ന് ഞങ്ങളുടെ കരം പിടിച്ച് നടത്തേണമേ. നല്ല ദൈവമേ, വന്നുപോയ എല്ലാ അപരാധങ്ങളും പാപങ്ങളും അങ്ങയുടെ മുൻപിൽ ഏറ്റുപറഞ്ഞ് ഞങ്ങൾ ഈ നിമിഷം പരിശുദ്ധ അമ്മ വഴി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് കരുണ തോന്നണമേ. ജീവിതഭാരത്താൽ വലയുന്ന ഞങ്ങളെയും എല്ലാവരെയും അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങൾ പ്രത്യാശയോടെ സമർപ്പിക്കുന്നു. പരിശുദ്ധ മാതാവേ, വലിയ സാമ്പത്തിക ബാധ്യതയിൽ വിഷമിക്കുന്ന എല്ലാ മക്കളെയും, പലവിധ രോഗങ്ങളാൽ കഷ്ടപ്പെടുന്ന എല്ലാവരെയും, ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാവരെയും പ്രത്യേകമായി സമർപ്പിക്കുന്നു. പരിശുദ്ധ മാതാവേ, അങ്ങേ പുത്രൻ്റെ സൗഖ്യദായകമായ വചനത്തിൻ്റെ അത്ഭുതകരമായ അഭിഷേക ശക്തിയാൽ എല്ലാവരുടെയും കണ്ണുനീരിൻ്റെയും വിലാപത്തിൻ്റെയും അവസ്ഥകൾ സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ആക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാതാവേ, ഈ ദിവസങ്ങളിൽ വിവിധ തരം സർജറികൾക്കായി തയ്യാറെടുത്തിരിക്കുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു. എല്ലാവരെയും ഈശോയുടെ ആണിപ്പഴുതുള്ള കരം നീട്ടി സ്പർശിച്ച് സുഖപ്പെടുത്തണമേ. നല്ല ദൈവമേ, അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്ന സകല മനുഷ്യരുടെയും കണ്ണുനീർ തുടച്ച് മാറ്റണമേ. കണ്ണുനീരോടെ അവിടുത്തെ മുൻപിൽ നിൽക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കുകയും സന്തോഷത്തോടെ അങ്ങയ്ക്ക് സ്തുതിക്കുവാൻ ഇടയാക്കുകയും ചെയ്യണമേ. നല്ല ദൈവമേ, എല്ലാം അവിടുത്തെ തിരുഹിതം പോലെ ക്രമവൽക്കരിക്കണമേ. പരിശുദ്ധ അമ്മേ, നിത്യസഹായ മാതാവേ, സകല ജനത്തിൻ്റെയും കണ്ണുനീർ തുടച്ചു മാറ്റുവാൻ അമ്മ ഈശോയോട് പ്രാർത്ഥിക്കണമേ. അമ്മയുടെ നന്മയിലും ശക്തമായ മധ്യസ്ഥതയിലും വിശ്വസിച്ചുകൊണ്ട് ഞാൻ താഴ്മയോടെ എൻ്റെ അപേക്ഷകൾ തുടരുന്നു. പരിശുദ്ധ മാതാവേ, ഞങ്ങളുടെ അഭ്യർത്ഥനകൾ കേൾക്കണമേ. എൻ്റെ പ്രാർത്ഥനകൾ അമ്മയുടെ സ്നേഹത്തിൻ്റെ മേലങ്കിയിൽ പൊതിഞ്ഞ് എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കുവാൻ അമ്മ മാധ്യസ്ഥം വഹിക്കണമേ. പരിശുദ്ധ മാതാവേ, എളിമയുടെയും അനുസരണത്തിൻ്റെയും നിരുപാധികമായ സ്നേഹം കൊണ്ട്
അമ്മ മാതൃത്വത്തിൻ്റെ മാതൃകയും അനുസരണയുടെ സൽഗുണങ്ങളുടെയും മാതൃകയായിരുന്നുവല്ലോ. നീതിയുടെയും വിശുദ്ധിയുടെയും പാതകളിൽ ഞങ്ങളെ നയിക്കുന്ന പരിശുദ്ധ അമ്മേ, എപ്പോഴും ഞങ്ങളുടെ പക്ഷത്തായിരിക്കുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു. ബഹുമാനവും ക്ഷമയും ഞങ്ങളുടെ കുടുംബത്തിൽ വാഴട്ടെ. ഞങ്ങളുടെ ബന്ധങ്ങളെ ശക്തിപ്പെടുത്തണമേ. സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും യഥാർത്ഥ ഉറവിടമാക്കി മാറുകയും ചെയ്യട്ടെ. പരിശുദ്ധ മാതാവേ, ശാരീരികവും ആത്മീയവും വൈകാരികവുമായ എല്ലാ കടങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തിൽ ഞങ്ങളെ ഉറപ്പിച്ചു നിർത്തണമേ. ദുഷ്ടന്റെ ആക്രമണങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. അമ്മയുടെ ശക്തമായ സഹായം ഞങ്ങളുടെ പാതയിൽ ഉണ്ടാകാവുന്ന എല്ലാ പ്രതിബന്ധങ്ങളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കുകയും ധൈര്യത്തോടെയും ആത്മവിശ്വാസത്തോടെയും അവയെ തരണം ചെയ്യുവാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകുകയും ചെയ്യട്ടെ. പരിശുദ്ധ മാതാവേ, ഞങ്ങളുടെ എല്ലാ വഴികളെയും തുറന്നു തരണമേ. ഞങ്ങളുടെ സാമ്പത്തികവും വ്യക്തിപരവുമായ ജീവിതത്തിൽ ആവശ്യമായ അവസരങ്ങൾ നൽകുന്നതിന് അമ്മ മാധ്യസ്ഥം വഹിക്കണമേ. ഞങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്കും സ്വപ്നങ്ങളിലേക്കും മുന്നേറുവാൻ വാതിലുകൾ സമൃദ്ധമായി തുറന്നു തരണമേ. ഹൃദയങ്ങളെ സ്പർശിക്കുവാനും സാഹചര്യങ്ങൾ ഞങ്ങൾക്ക് അനുകൂലമാക്കുവാനും അമ്മയ്ക്ക് ശക്തിയുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഓരോ ചുവടും പ്രകാശിപ്പിക്കുന്ന സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും പാതകളിൽ ഞങ്ങളെ നയിക്കുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ. ലോകമെമ്പാടുമുള്ള എല്ലാ കുടുംബങ്ങളെയും, പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളാലും വെല്ലുവിളികളും നേരിടുന്നവരെ ഞങ്ങൾ അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവരെ മാതൃസംരക്ഷണത്തിൻ കീഴിൽ സ്വീകരിക്കണമേ. സഹോദര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുകയും തകർന്ന ഹൃദയങ്ങളിൽ പ്രത്യാശ പുനഃസ്ഥാപിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ മാതാവേ, അമ്മയുടെ മധ്യസ്ഥതയുടെ അനുഗ്രഹം ഞങ്ങൾക്ക് നൽകിയതിന് നന്ദിയോടെ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഞങ്ങളുടെ നന്ദിയും ഭക്തിയുമായി സ്വീകരിക്കണമേ. പരിശുദ്ധ മാതാവേ, വിശ്വാസത്തിൻ്റെ കൂട്ടായ്മയിൽ അമ്മയുടെ ശക്തമായ മധ്യസ്ഥതയിൽ വിശ്വസിച്ച് ഞാൻ എൻ്റെ പ്രാർത്ഥന അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഞങ്ങളെ ഓരോരുത്തരെയും അമ്മയുടെ അനുഗ്രഹം ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ മാതാവേ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ഞങ്ങൾ ദിവസവും അഭിമുഖീകരിക്കുന്ന ആശങ്കകളും ആവശ്യങ്ങളും അമ്മ മനസ്സിലാക്കുന്നുവല്ലോ. എല്ലാ പ്രതിസന്ധികളെയും ധൈര്യത്തോടെയും വിശ്വാസത്തോടെയും നേരിടുവാൻ ഞങ്ങളുടെ വിശ്വാസത്തിലും പ്രത്യാശയിലും സ്നേഹത്തിലും ശക്തി പ്രാപിക്കുവാൻ ദൈവത്തോട് മാധ്യസ്ഥം വഹിക്കണമേ. കൃപാസന പ്രസാദവര മാതാവേ, ഞങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള എല്ലാ തിന്മകളിൽ നിന്നും പ്രതികൂല സ്വാധീനങ്ങളിൽ നിന്നും ഞങ്ങളെ കുടുംബത്തെ സംരക്ഷിക്കുവാൻ ഞാൻ അമ്മയോട് അപേക്ഷിക്കുന്നു. ശാരീരികവും വൈകാരികവും ആത്മീയവുമായ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കുകയും ഞങ്ങളുടെ വീടുകളിൽ ആരോഗ്യവും സമാധാനവും ഐക്യവും നൽകുകയും ചെയ്യണമേ. ഞങ്ങൾക്ക് ഓരോരുത്തർക്കുമുള്ള വഴികൾ, ദൈവമാതാവേ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കുമുള്ള വഴികൾ വിവേചിച്ചറിയുവാനും ഞങ്ങളെ സഹായിക്കണമെന്ന് ഞാൻ അമ്മയോട് യാചിക്കുന്നു. ഞങ്ങളുടെ മനസ്സിനെയും ഹൃദയത്തെയും പ്രകാശിപ്പിക്കണമേ. അങ്ങനെ ഞങ്ങൾക്ക് ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാനും മികച്ച അവസരങ്ങൾ തിരഞ്ഞെടുക്കുവാനും വ്യക്തിപരവും ആത്മീയവുമായ വഴികളിലൂടെ സഞ്ചരിക്കുവാനും ഇടയാകട്ടെ.
പരിശുദ്ധ അമ്മേ, അമ്മയുടെ ശക്തമായ മധ്യസ്ഥതയോടെ ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കണമേ. ധാർമ്മിക മൂല്യങ്ങൾ വളർത്തിയെടുക്കുവാനും ഞങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും മികവ് പുലർത്തുവാനും ഞങ്ങളുടെ ജോലിയിൽ ഉത്സാഹത്തോടെ പ്രവർത്തിക്കുവാനും ഞങ്ങളെ പ്രചോദിപ്പിക്കണമേ. വിനയത്തോടും ദൈവത്തോടും ഉള്ള നന്ദിയോടും കൂടി എപ്പോഴും ഞങ്ങളുടെ പ്രയത്നത്തിൽ നിന്ന് സമൃദ്ധമായ ഫലങ്ങൾ കൊയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ അമ്മയുടെ ഇടപെടലിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ കുടുംബം ഐക്യവും സ്നേഹവും കൊണ്ട് അനുഗ്രഹിക്കപ്പെടട്ടെ. പരസ്പര ധാരണയും ക്ഷമയും കൊണ്ട് ഞങ്ങളുടെ ബന്ധങ്ങൾ നയിക്കപ്പെടട്ടെ. പരസ്പര പിന്തുണയുടെയും പ്രോത്സാഹനത്തിൻ്റെയും ഉറവിടമായി മാറട്ടെ. പരിശുദ്ധ അമ്മേ, കുടുംബങ്ങളുടെ മാതൃകയായ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങളുടെ ജീവിതത്തിൽ അടഞ്ഞതായി തോന്നുന്ന എല്ലാ വഴികളും തുറക്കുന്നതിനുള്ള അമ്മയുടെ മധ്യസ്ഥതയിൽ ഞാൻ വിശ്വസിക്കുന്നു. ബുദ്ധിമുട്ടുകൾ വളർച്ചയ്ക്കും പഠനത്തിനുമുള്ള അവസരങ്ങളാക്കി മാറ്റണമേ. ഞങ്ങളുടെ ജീവിതം ഐശ്വര്യവും സന്തോഷവും കൊണ്ട് നിറയ്ക്കണമേ. പരിശുദ്ധ മാതാവേ, ഞങ്ങളുടെ പ്രാർത്ഥനയെ അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ. വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധരാജ്ഞി, കരുണയുടെ മാതാവേ, സ്വസ്തി. ഞങ്ങളുടെ ജീവനും മാധുര്യവും ശരണവുമേ, സ്വസ്തി. ഹവ്വായുടെ പുറന്തള്ളപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേപ്പക്കൽ നിലവിളിക്കുന്നു. കണ്ണുനീരിൻ്റെ താഴ്വരയിൽ നിന്ന് വിങ്ങിക്കരഞ്ഞ് അങ്ങേപ്പക്കൽ ഞങ്ങൾ നെടുവീർപ്പെടുന്നു. ആകയാൽ ഞങ്ങളുടെ മധ്യസ്ഥൻ അമ്മയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ. ഞങ്ങളുടെ പ്രവാസത്തിനു ശേഷം അങ്ങയുടെ അനുഗ്രഹത്തിൻ്റെ ഉദരഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. കരുണയും വാത്സല്യവും മാധുര്യം നിറഞ്ഞ കന്യകാമറിയമേ, ആമേൻ.